മാടായി കോളേജ് നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പം KPCC സമിതി അവിടെ അതിൽ ഏത് രീതിയിലായിരിക്കും നടപടി? എങ്ങനെയാണ്? KPCC പ്രസിഡന്റ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി കാര്യങ്ങൾ പരിശോധിക്കും. അത് ചർച്ചകളിലൂടെ പരിഹരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അല്ല, അങ്ങനെ പാടില്ല. അതുകൊണ്ടാണല്ലോ KPCC ഒരു കമ്മിറ്റിയെ വെച്ചത്. ആ കമ്മിറ്റി കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കും എന്നാണ് എന്റെ വിശ്വാസം. അല്ല, എന്ത് സംഭവിച്ചാലും ആ കമ്മിറ്റി ഇപ്പൊ പരിശോധിക്കല്ലേ. ആ പരിശോധിച്ച് അവരൊരു തീരുമാനം എടുക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കൂടെ തെരഞ്ഞെടുപ്പിൽ നല്ല ഒരുക്കങ്ങളാണ് നടക്കുന്നത്. ഇതിന്റെ കോഴിക്കോട് കോർപ്പറേഷന്റെ മീറ്റിംഗ് ഇവിടെ ഉണ്ടായിരുന്നു. എനിക്കായിരുന്നു ചുമതല. അപ്പൊ ഞങ്ങൾ ഒരു വാർഡിലും ജയിക്കരുതെന്ന് കരുതി CPM ഇവിടുത്തെ വാർഡുകൾ മുഴുവൻ വെട്ടിത്തിരുത്തി അല്ലേ BJPയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് CPM ഇപ്പൊ ഇവിടെ വാർഡ് വിഭജനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ വാർഡ് വിഭജിച്ചാലും ഇത്തവണ കോർപ്പറേഷൻ ഞങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. BJPയോട് കാണിക്കാത്ത ശത്രുത കോൺഗ്രസിനോട് കാണിക്കുകയാണ് ഇവിടുത്തെ CPM നേതൃത്വം. അങ്ങനെയാണ് ഇവിടുത്തെ വാർഡുകൾ, ഞങ്ങൾ പരമ്പരാഗതമായി ജയിച്ചുകൊണ്ടിരുന്ന വാർഡുകൾ പോലും വെട്ടിത്തിരുത്തി ഞങ്ങൾ ജയിക്കരുത് എന്ന വൈരാഗ്യ ബുദ്ധിയോടെ CPM പ്രവർത്തിക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിയമം അനുസരിച്ച് പ്രവർത്തിക്കണം. നിയമം അനുസരിച്ച് വേണം നിങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിയമപരമായ നിങ്ങൾക്കെതിരെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. അല്ല, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടി ശക്തിപ്പെടുത്തേണ്ടതില്ല. അപ്പൊ പുനഃസംഘടന വേണ്ടതില്ല. അങ്ങയുടെ പ്രിയപ്പെട്ട N. സുബ്രഹ്മണ്യൻ അടക്കമുള്ള ആളുകൾ യാതൊരു പദവിയും ഇല്ലാതെ രാഷ്ട്രീയകാര്യ സമിതി അല്ല, അതുപോലല്ലോ അദ്ദേഹം KPCCയുടെ ഒരു ഭാരവാഹിയൊക്കെ ആയിട്ട് ഇപ്പോഴൊന്നും അല്ല. അപ്പൊ പുനഃസംഘടന വേണ്ടതല്ലേ? ഞാൻ NSന്റെ പേര് പറഞ്ഞില്ല, അതല്ല. പുനഃസംഘടന ആവശ്യമില്ല വേഗത്തില്. NS കോൺഗ്രസിന്റെ ഏറ്റവും ശക്തനായ നേതാക്കന്മാരിൽ ഒരാളാണ്. അതല്ല, പുനഃസംഘടന NSന്റെ കാര്യം പുനഃസംഘടനയെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം? ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അതെ, വിഷയം മാറിപ്പോണ്ട. താങ്ക് യു വെരി മച്ച്.